ചേട്ടാ, ചേട്ടൻ ഇതുവഴിയുള്ള പതിവ് യാത്രക്കാരനാണോ? എന്താ ചേട്ടന്റെ പേര്? എന്റെ പേര് ദുർഗാപ്രസാദ്. ഞങ്ങളുടെ കടവന്തരല്ല, ഞങ്ങൾ ശരിക്കും ജാർഖണ്ഡുകാരാ. അപ്പൊ നിങ്ങൾ ഹിന്ദി ആണെന്നല്ലേ? നിങ്ങൾ നമ്മളെക്കാൾ സൂപ്പറായിട്ട് മലയാളം പറയണ്ടല്ലോ ഭായി. 20 വർഷമായിട്ട് വന്നിട്ട്. ചേട്ടൻ പറയൂ, ഈ ബ്ലോക്കുകളൊക്കെ കടന്ന് കടവന്തറയിലെത്താൻ എത്ര സമയം പിടിക്കും? ഇങ്ങനെ പോയാ 1.5 മണിക്കൂർ എടുക്കും. ഇപ്പോൾ സമയം 8:30. എന്റെ പുറകിൽ കാണുന്ന ഈ തൂണുകൾ ഇവിടെ വരുന്നതിന് മുൻപ് ഇവിടെ നിന്നും കടവന്തറയിലെത്താൻ വേണ്ട സമയം വെറും 15 മിനിറ്റ് ആയിരുന്നു. ഇപ്പോൾ ആ സമയം 1 മുതൽ 1.5 മണിക്കൂർ വരെ നീണ്ടിരിക്കുന്നു. നഗരവികസനത്തിന്റെ ബലിയാടുകൾക്കിടയിൽ നിന്നും ക്യാമറമാൻ ഡിക്സനൊപ്പം വേണു. സാറേ, ഇവിടെ നിന്ന് കടവന്തറ എത്താൻ 10 മിനിറ്റ് മതി. കട്ട്. തന്നോടാരാണോ ഇടയിൽ കയറാൻ പറഞ്ഞത്? കടവന്തറയിൽ തന്നെ 1.5 മണിക്കൂർ വേണമെന്ന് താനല്ലോ ഇപ്പൊ പറഞ്ഞത്. സാറേ, അത് ബ്ലോക്കിൽ പോയുള്ള കാര്യമാണ് പറഞ്ഞത്. ബ്ലോക്കിൽ പോകാണ്ട് തന്റെ സൈക്കിൾ പറക്കും സാറേ. 6 മണിക്കായിരിക്കും, 10 മിനിറ്റ് കൊണ്ട് ഞാൻ കടവന്തറ എത്തിച്ചേരാം. മച്ചാൻ കയറിക്കോ. സംഗതി നോക്കിയാൽ വേണ്ടി നമുക്ക് ഇതൊരു സ്റ്റോറി ആച്ചാ. സാറേ, ഇത് ഷോർട്ട് കട്ടാ. സൈക്കിള് മാത്രമേ ഇതിൽ കൂടെ പോകാൻ പറ്റുള്ളൂ. ഹർത്താൽ മാർക്കറ്റോ? അതെന്താ ഹർത്താൽ മാർക്കറ്റ് എന്ന് പേര്? ഏത് ഹർത്താലിനും ഇവിടെ തിരക്കുണ്ടാവും. അത് കൊള്ളാല. സാറേ, ഇതാണ് സദ്ദാം സ്ട്രീറ്റ്. സ്ഥലം അല്പം പെശക. സാറേ, ക്യാമറ ഒന്ന് മാറ്റി പിടിച്ചു. പണി കിട്ടിയെന്ന് തോന്നുന്നു. നമ്മുടെ പുറകെ ആരോ ഉണ്ടല്ലോ. അതെന്റെ ഫ്രണ്ട്സാ. മൈക്കിൾ മദന കാമരാജൻ. സിനിമയിലെ ജൂനിയർ ആർട്ടിസ്റ്റ്. ഇന്ന് ഏതാ പടം? അനാമൽ നീരത് ഫിലിം. അല്ല ഭായി, ഇങ്ങനെ ചവിട്ടിയാ ടയർഡാവില്ലേ? ഇങ്ങനെ ചവിട്ടുന്നോണ്ടാ ടയർഡ് ആകാത്തത്. ഷുഗർ ഇല്ല, കൊളസ്ട്രോൾ ഇല്ല, പ്രഷർ ഇല്ല. ഇതുപോലെ പകുതി പേര് സൈക്കിളിൽ പോയാൽ നമ്മുടെ റോഡിൽ ട്രാഫിക് ബ്ലോക്ക് മാറും. എൻ്റെ അഭിപ്രായത്തിൽ സൈക്കിൾ നമ്മളെ മലയാളികളുടെ ദേശീയ വണ്ടി ആക്കണമെന്നാണ്. അതിനു ഭായി മലയാളിയല്ലല്ലോ. കാഴ്ചയിൽ മാത്രമുള്ള സാറേ ഹിന്ദി. ഞാൻ ഫുൾ മലയാളിയാ. അത് ശരിയാ. കടവന്തര എത്തി. കണ്ട കടവന്തറ. കറക്റ്റ് 10 മിനിറ്റ്. കൊള്ളാം, 10 മിനിറ്റ്. ഇതിലൊരു സ്റ്റോറി ഉണ്ട്. गोभी भाई तुम्हारे बारे में पूछ रहे थे। हाँ, ദുർഗ, നീ എവിടെയായിരുന്നു? എന്താ ചേട്ടാ? എന്താന്നറിയില്ല, കൈക്ക് ഒരു ബലം കിട്ടുന്നില്ല. ഡോക്ടറെ ഒന്ന് കാണിക്കണം. കാലത്ത് തന്നെ വലിച്ചു കയറ്റി കാണും. അറിയാം, എനിക്ക് വേറെ പണിയുണ്ട്. ദുർഗ, ഏക് ബാർ പ്ലീസ്, ഏക് ബാർ പ്ലീസ്, പ്ലീസ്. എടാ, കഴിയാറായോ? എടാ, നീ പെട്ടെന്നൊന്ന് ഇറങ്ങുന്നുണ്ടോ? അയാളിപ്പോ പടം വായിക്കാൻ വരും. ഇപ്പൊ കഴിയും.
ടീമേ ദേ അതിലൊന്നും ആളില്ല കേട്ടോ. ഏതെങ്കിലും ബാത്റൂമിൽ കയറി കാര്യം സാധിച്ചു പോവാൻ നോക്ക്. ഐ ഉം. ഞാനൊരാൾ വരച്ചു തരാനുണ്ടെന്നുള്ള ധൈര്യത്തിലാണ് നിങ്ങൾ കുടിക്കണമെന്നാ എൻ്റെ ഭാര്യ ശീതള പറയണത്. ഫൈൻ ആർട്സ് കോളേജിൽ പഠിക്കുമ്പോൾ ക്ലാസ്സിൽ കള്ളുടിക്കാത്ത ഒരേ ഒരാൾ ഞാനായിരുന്നു. 1ാം റാങ്ക് കിട്ടിയപ്പോൾ എല്ലാവരും പറഞ്ഞു അടുത്ത മൈക്കിളാഞ്ചലാണെന്ന്. അന്ന് മൈക്കിളാഞ്ചലോ ഇന്ന് കോട്ടറാഞ്ചലോ. എന്നാ Great one. Excellent. താങ്ക് യു സർ, താങ്ക് യു.